എയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എ വസന്തം എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനും ഏതിനും എ ചിത്രങ്ങൾ, എ വീഡിയോകൾക്ക്. പക്ഷേ ഇതൊക്കെ താണ്ടിക്കൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക് എ മാറുന്നു. എയുടെ ഭരണം വരുന്നു, എയുടെ രാഷ്ട്രീയക്കാർ വരുന്നു, എയുടെ ജുഡീഷ്യറി വരുന്നു. എങ്ങനെയാണ് അതൊരു ലോകത്ത് സാധ്യമാണോ? അതൊരു ലോകത്ത് സാധ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് വെക്കാം. കാരണം ഇത് നിർമ്മിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ ഒരു മനുഷ്യൻ ചെയ്യുന്ന രീതിയിലേക്ക് ഇതിന് പ്രവർത്തനങ്ങൾ ചെയ്യാൻ, അതായത് മനുഷ്യന് ഏറ്റവും പ്രധാനമായുള്ളത് വിവേചന ബുദ്ധിയാണ്. ഈ വിവേചന ബുദ്ധിയുടെ കാര്യത്തിൽ AI അതുപോലെ വിവേചിച്ച് കാണുമോ എന്നുള്ളതാണ്. നമുക്ക് ഡാറ്റകൾ കൊടുക്കാം, നമ്മുടെ ഇഷ്ടാനുസരണം അതിൻ്റെ അൽഗോരിതം ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു AI റോബോട്ട് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പം നമ്മൾ കാണുന്ന AI വീഡിയോകളിൽ നമ്മൾക്ക് ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണോ, അവരുടെ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ചലനങ്ങളും എല്ലാം അങ്ങനെയാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ ഈ വിവേചന ബുദ്ധി എന്നുള്ള കാര്യം അവിടെ മാറി നിൽക്കും. എന്നാൽ ഈ AI തള്ളിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഇല്ല എന്ന് പറയും. നമുക്കറിയാം, കമ്പ്യൂട്ടറുകൾ വരുന്ന സമയം കമ്പ്യൂട്ടറുകൾ എങ്ങനെ നമുക്ക് ജോലി ഇല്ലാതെയാകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ എല്ലാവരും കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങി. അതിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ മാറി. പിന്നീട് വരുന്നത് മുഴുവനും ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയൊക്കെ ഒരു വല്ലാത്ത അതിപ്രസരം ഇന്നത്തെ കാലത്തുണ്ട്. നമുക്കറിയാം, നമുക്കിന്ന് ഫോണിൽ പോലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഫോണില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇത് നോക്കുമ്പോൾ AI യുഗത്തിലേക്ക് ഇന്ത്യ കടന്നു വരികയാണ്. AI എങ്ങനെ നമ്മുടെ അതായത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു മനുഷ്യന് അതിനെ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ളതാണ്. ഇപ്പൊ പല രാജ്യങ്ങളിലും നമ്മളുടെ രാജ്യത്ത് വരെ AI ടീച്ചേഴ്സ് വന്നു തുടങ്ങി. ഈ പല വെബ്സൈറ്റുകളല്ലല്ലോ, ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോച്ചിങ് നടത്തുന്നതൊക്കെ അത്തരത്തിലുള്ള AI ചാറ്റ് ബോട്ടുകളൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുമ്പോഴും ഒരു അധ്യാപകൻ പറഞ്ഞു തരുന്ന രീതിയിലേക്ക് അതിനെ എത്രത്തോളം ഒരു എന്താ പറയുക, ആ അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവനിലേക്ക് ആ ഒരു രീതിയിലേക്ക് എങ്ങനെ, അത് ഞാൻ പറയുന്നത് പ്രിയന് മനസ്സിലാകുമെന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യവും അവിടെ നമുക്ക് സംശയമാണ്. അതാണ് അവിടെയും ഞാൻ ഈ പറഞ്ഞ വിവേചനം എന്നുള്ളത്. നമുക്കൊരു മാനുഷികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും പലതരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴും ഈ ഒരു അറ്റാച്ച്മെന്റ്, രണ്ട് മനുഷ്യർക്കിടയിലുള്ള ഒരു അറ്റാച്ച്മെന്റ്, അതൊരിക്കലും നമുക്കൊരു AI നിർമ്മിത ബുദ്ധിയോട് നമുക്ക് തോന്നാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. എന്നാൽ ഇതേ രീതിയിൽ പ്രിയൻ പറയുന്നത് കണക്ക് നേതാക്കളായിട്ടുള്ളവർ വരുന്നു എന്ന് പറയുന്നു. ഈ നേതാക്കളായിട്ടുള്ളവർ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് മാറ്റുന്നത്. അഴിമതി ഉണ്ടാകില്ല, സ്വാധീനിക്കാൻ കഴിയില്ല. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ AI പറയുന്നത് പോലെ തന്നെ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കാര്യമായിരിക്കും അവിടെ ഉണ്ടാവുക. മറ്റേത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു കോടതിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ എല്ലാം രേഖകൾ പ്രകാരമായിരിക്കും എല്ലാ കാര്യങ്ങളും. AI ഒരു ജഡ്ജ് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് വളരെ രേഖകൾ പരിശോധിച്ച് വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതിനപ്പുറത്തേക്ക് ഒരു മാനുഷികമായിട്ടുള്ള പരിഗണന ചില കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മാനുഷികമായുള്ള പരിഗണന കൂടി വെച്ചുകൊണ്ട് അവിടെ വിടുതൽ നൽകുന്ന ഒരു സാധ്യതകൾ ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു വിടുതൽ നൽകുന്നത് വഴി അവന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ AI ജഡ്ജ് വരട്ടെ, നേതാവ് വരട്ടെ, ആരുമായിക്കോട്ടെ, ഇതെല്ലാം വരുമ്പോഴും ഈ ഒരു കാര്യം, മാനുഷികത, പരിഗണന, ഈ കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഇന്ത്യ AI ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് നേരിട്ട് ഒരു ഭരണ ചുമതലയൊന്നും ഏൽപ്പിക്കാനുള്ള നീക്കമൊന്നും ഇന്ത്യക്കില്ല. ഇന്ത്യ ചിന്തിക്കുന്നത് മുഴുവൻ ഈ AI എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധിയെ എങ്ങനെ നമ്മുടെ കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിലൊക്കെ
കൃത്യമായ രീതിയിലൂടെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യ ഇപ്പോഴാണ് ഇത് ചിന്തിച്ചു തുടങ്ങുന്നത് എന്നിരിക്കല് യു എ ഇ ഇതിനു വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് അവർ 2017 തന്നെ ആദ്യത്തെ AI മന്ത്രാലയം വരെ സ്ഥാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവര് എത്രയോ നാളുകൾക്ക് മുമ്പ് ഇതിനെപ്പറ്റി സ്വപ്നം കണ്ടു തുടങ്ങി. നമ്മൾ ഒരുപക്ഷെ അത് വൈകി പോയിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഒരു AI മന്ത്രാലയം സ്ഥാപിച്ചിട്ടുണ്ട്. അത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും ഭരണപരമായിട്ടുള്ള കാര്യക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മൾ ജഡ്ജിന്റെ കാര്യം പറഞ്ഞല്ലോ. എസ്റ്റോണിയ എന്ന് പറയുന്ന ബാൾട്ടിക് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന വടക്കൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഈ എസ്റ്റോണിയ എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് ചെറിയ ചെറിയ കേസുകളൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് AI ജഡ്ജിമാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പെറ്റി കേസുകളൊക്കെ പോലത്തെ കാര്യങ്ങളായിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള കേസുകളൊക്കെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഫൈൻ അടക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. അതിപ്പോ ഏതൊരു ഉദ്യോഗസ്ഥന്റെ അടുത്ത്, ഏതൊരു ജഡ്ജ്, ഒരു മനുഷ്യനായിരിക്കുന്ന ഒരു ജഡ്ജിന്റെ അടുത്ത് പോയാൽ പോലും ഇത് പെറ്റിയടിച്ചിട്ട് പോയിക്കോളൂ, അല്ലെങ്കിൽ ഒരു ദിവസം പുറത്ത് നിന്നോളൂ എന്ന് നമ്മൾ പറയില്ലേ. ഒരു ദിവസം മുഴുവനും കോടതിക്ക് പുറത്ത് നിൽക്കട്ടെ, സ്റ്റേഷന് കാവൽ നിൽക്കട്ടെ എന്ന് പറയുന്ന ചെറിയ ചെറിയ ശിക്ഷകൾ വിധിക്കാനാണെങ്കിൽ അതിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അപ്പോഴും ഈ എസ്റ്റോണിയ എന്ന് പറയുന്ന രാജ്യത്ത് AI പോലുള്ള ജഡ്ജിനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. സിംഗപ്പൂർ ആണെങ്കിൽ അവിടെ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടുത്തുന്നതിനായിട്ട് AI എത്തിക്സ് ഗൈഡ് ലൈൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചൈനയെ നമുക്കറിയാം. ചൈന ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അഗ്രഗണ്യരാണ്. അവർ ഏതെല്ലാം തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താമോ അതിലേക്കൊക്കെ ചന്ദ്രനെ തന്നെ നിർമ്മിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ചൈന AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് അഴിമതി കുറയ്ക്കാനും സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ചൈനയുടെ അഴിമതി എന്ന് പറയുന്നത് വേറൊരു വിഷയം തന്നെയാണ്. അതിൽ ഇവർ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ വളരെ ടെക്നിക്കലായിട്ട് പോകാനുള്ള ഒരു സാധ്യത AI-യുമായി ചേർന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ തിരിച്ച് നമ്മൾ ഒരു മാനുഷികതയുടെ വശമോ വിവേചനപരമായിട്ടുള്ള ഒരു നീക്കമോ ഒന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഈ യന്ത്രൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു AI ഉണ്ടല്ലോ, റോബോട്ട് ഉണ്ടല്ലോ, അവസാനം അതിന് പോലും ഇതൊക്കെ എന്താ പറയുക, മനസ്സും ശരീരത്തിൽ മനസ്സ് വരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. പക്ഷെ അതൊക്കെ സിനിമയാണ്. പക്ഷെ അത് നടക്കാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. നമുക്കറിയാം അത് തികച്ചും ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കാലത്തേക്ക് മാത്രമുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് വെറുതെ കണ്ട് ആസ്വദിക്കാനേ മാത്രമേ പറ്റുകയുള്ളൂ. ഇവിടെ പ്രിയൻ ചോദിച്ചതുപോലെ പൂർണ്ണമായിട്ടും ഒരു AI ഭരണം നിലവിൽ വരിക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് സാധ്യമാണ് എന്നുള്ളത് തോന്നുന്നില്ല. അതിൻ്റെയൊക്കെ ഹൈബ്രിഡ് മോഡലുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. എല്ലാ കാലഘട്ടത്തിലും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഇത്തരം കാര്യങ്ങൾ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ഒരു AI യുഗത്തിലേക്ക് പോകില്ല. കാരണം മനുഷ്യൻ ചെയ്യുന്നത് കണക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്തായാലും യന്ത്ര സംവിധാനങ്ങൾക്കൊന്നും തന്നെ, നിർമ്മിത ബുദ്ധിക്കൊന്നും തന്നെ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.